തളിപ്പറമ്പിലെ പരാജയത്തിന് പിന്നാലെ CPIM നേതൃത്വത്തിനെതിരെ അമർഷവുമായി കീഴ്ഘടകങ്ങൾ. ജില്ലാ മണ്ഡലം ലോക്കൽ ഘടകങ്ങളുടെയും മുന്നറിയിപ്പ് അവഗണിച്ച PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതാണ് തിരിച്ചടിക്കുള്ള കാരണം. MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനമാണ് കീഴ്ഘടകങ്ങൾ ഉന്നയിക്കുന്നത്. പ്രാദേശിക വിമർശനത്തിന് നേതൃത്വം വില കൽപ്പിച്ചില്ല. പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നേതൃത്വത്തിന് മാത്രമെന്നാണ് പൊതുവികാരം. അർജുൻ കല്യാടിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. അർജുൻ, MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ മത്സരിച്ചു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അതിനേക്കാൾ യോഗ്യതയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. കീഴ്ഘടകങ്ങളിൽ അത്ര വലിയ എതിർപ്പ് ഉയർന്നു. എന്നിട്ടും അതൊന്നും പരിഗണിക്കാതെ PK ശ്യാമളയ്ക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാറുന്ന അതേ സീറ്റിൽ തന്നെ അവസരം കൊടുത്തു. 50 കൊല്ലമെങ്കിലുമായി CPMന്റെ ഇളകാത്ത കോട്ടയായ തളിപ്പറമ്പ് കൈവിട്ട് പോവുകയും ചെയ്തു. ഉറപ്പായും പ്രതിഷേധമുണ്ടാവും, വിമർശനം ഉണ്ടാവും. കണ്ണൂരിൽ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്? പാർട്ടിയിൽ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്? MV ഗോവിന്ദനെയും അതോടൊപ്പം പിണറായി വിജയന്റെയും ഒക്കെ പാർട്ടിയിലെ ഒരു അധികാര കേന്ദ്രീകരണം അതിന് മുന്നോട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ കഴിയുമോ? ഇവരുടെയൊക്കെ സ്ഥാനം സേഫാണോ? തളിപ്പറമ്പിലൊക്കെ തെരഞ്ഞെടുപ്പ് തോൽവിയെ ആഭ്യന്തരമായി CPMനെ വലിയ രീതിയിൽ അലട്ടുന്ന ഒരു വിഷയമായി തന്നെ മാറിയിരിക്കുകയാണ്. കാരണം നേതൃത്വത്തിനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനമാണ് പാർട്ടി ഘടകങ്ങളിലുള്ള പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, കീഴ്ഘടകങ്ങളുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉയരുന്നത്. ഏറ്റവും പ്രധാനമായി അവരൊക്കെ പറയുന്നത് ഈ പരാജയത്തിൻ്റെ, തളിപ്പറമ്പിലെ പരാജയത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം CPMന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന് തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു തീരുമാനത്തിനെതിരെ, അതായത് PK ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്ന തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി ഘടകങ്ങളിൽ നടന്നിട്ടുള്ള ചർച്ചകൾ, അതായത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ, ജില്ലാ കമ്മിറ്റിയിൽ, മണ്ഡലം കമ്മിറ്റിയിൽ, ലോക്കൽ കമ്മിറ്റിയിൽ, ബ്രാഞ്ച് കമ്മിറ്റിയിൽ, ഈ ഘടകങ്ങളിലെല്ലാം തന്നെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിട്ടും ആ തീരുമാനം തന്നെ നടപ്പിലാക്കിയേ മതിയാകൂ എന്നൊരവസ്ഥ വന്നത് പാർട്ടി നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണ്, അവരുടെ പിടിവാശിയാണ്. അതുകൊണ്ട് തന്നെ തളിപ്പറമ്പിലെ തെരഞ്ഞെടുപ്പ് തോൽവി വരുത്തിവെച്ചതാണ്, പാർട്ടി നേതൃത്വം വരുത്തിവെച്ചതാണ് എന്നുള്ളതാണ് കീഴ്ഘടകങ്ങളിൽ നിന്നുള്ള ഒരു പൊതുവികാരം. അതുകൊണ്ട് തന്നെ പരിപൂർണമായി ഈ തോൽവിയുടെ ഉത്തരവാദിത്വം താഴേക്കടയിലുള്ള പ്രവർത്തകരെ തലയിൽ കെട്ടിവെക്കേണ്ടതില്ല എന്നുള്ള വിമർശനം ഇപ്പോൾ തന്നെ കീഴ്ഘടകങ്ങളിൽ പല നേതാക്കളും പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിൽ ലോക്കൽ കമ്മിറ്റികളിലൊക്കെയുള്ള മെമ്പർമാർ, ലോക്കൽ സെക്രട്ടറിമാരോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശകലനത്തിനും അവലോകനത്തിനുമൊന്നും ലോക്കൽ കമ്മിറ്റികൾ വിളിച്ചു ചേർക്കേണ്ട കാര്യമില്ല. അന്നേ പറഞ്ഞതാണ് ഈ തീരുമാനം വേണ്ട, പിന്നെ എന്തിനാണ് ഈ തീരുമാനം നടപ്പിലാക്കിയത്? അതുകൊണ്ട് തന്നെ ലോക്കൽ കമ്മിറ്റികളിലും ബ്രാഞ്ചിലും മണ്ഡലം കമ്മിറ്റിയിലുമൊന്നും ഈ കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യേണ്ടതില്ല. ഇനി ചർച്ച ചെയ്യേണ്ടത് ജില്ലാ കമ്മിറ്റിയിലാണ്. എന്തിനായിരുന്നു ഇങ്ങനൊരു തീരുമാനം നടപ്പിലാക്കിയത് തുടങ്ങിയിട്ടുള്ള അതിരൂക്ഷമായി നേതൃത്വത്തിനെതിരെ വിമർശനം വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ തന്നെയാണ്. CPMനകത്ത് കീഴ്ഘടകങ്ങളിൽ കടുത്ത അമർഷം. തളിപ്പറമ്പിലെ പല ഘടകങ്ങൾ, മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള പല പഞ്ചായത്ത് കമ്മിറ്റികളിലും മുനിസിപ്പൽ കമ്മിറ്റികളിലും ലോക്കൽ കമ്മിറ്റികളുമൊക്കെ അതിരൂക്ഷമായ വിമർശനവും അമർഷവുമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും ദിവസങ്ങളിൽ, വരും നാളുകളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളിലേക്ക്, വലിയ രീതിയിലുള്ള പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളിലേക്ക് ഉൾപ്പെടെ ഒരു പക്ഷേ കടന്നേക്കാം. ചില പാർട്ടി നേതാക്കളുടെ ഭാഗത്തും അത്തരം പ്രതികരണങ്ങൾ ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് തളിപ്പറമ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതേസമയം മറുപക്ഷത്ത് CPMനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തളിപ്പറമ്പിൽ ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞു. ആ ഒരു മുന്നേറ്റം ഇനി തുടർന്നുമുള്ള വർഷങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം, അല്ലെങ്കിൽ വരും തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് CPMന് കൂടുതൽ കടുത്ത വെല്ലുവിളികൾ ഉണ്ടാക്കും. അതായത് ഒരു വാശിക്ക് മുന്നിൽ അടിമപ്പെടേണ്ടി വരുന്നത് വലിയ ഒരു നീണ്ട കാലയളവിലേക്കുള്ള ഇടതുപക്ഷത്തിൻ്റെ തോൽവിയാണ് എന്നുള്ളതാണ് താഴെത്തട്ടിലുള്ള കീഴ്ഘടകങ്ങളിലുള്ള പാർട്ടി പ്രവർത്തകരുടെ, അണികളുടെ, നേതാക്കളുടെയൊക്കെ ഒരു പൊതുവികാരം. പാർട്ടി നേതൃത്വമാണ് ഇതിന് ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഉത്തരവാദി എന്നുള്ളതാണ് അവരെല്ലാം സ്വീകരിക്കുന്ന നിലപാട്. വരും ദിവസങ്ങളിൽ വലിയ ചർച്ച ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് തന്നെയാണ് അർജുൻ. അപ്പോൾ പൊട്ടിത്തെറി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാകേഷിനെതിരെ, പിണറായി വിജയനെതിരെ, MV ഗോവിന്ദനൊക്കെ എതിരെ കണ്ണൂരിന്റെ മണ്ണിൽ ഇത്തരത്തിൽ പോസ്റ്ററുകൾ അവർക്കൊക്കെ എതിരായി പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് തന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചയാണ്. ഇപ്പോൾ അണികൾക്കെതിരെ അല്ലെങ്കിൽ സംഘടനാ നടപടി കീഴ്ഘടകങ്ങളോടാണ് നടത്താൻ നേതൃത്വം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതിൽ നടപടി എടുക്കേണ്ടി വരും. പക്ഷെ അവർക്ക് എന്തുകൊണ്ട് ഇത്തരത്തിൽ എതിരായി പ്രവർത്തിക്കേണ്ടി വന്നു, എതിരായി വോട്ട് ചെയ്യേണ്ടി വന്നു? അല്ലെങ്കിൽ ജീവിതത്തിൽ ആദ്യമായി UDFന് വോട്ട് ചെയ്യുന്ന ഒരുപാട് ഇടത് അനുഭാവികൾ കണ്ണൂരിൽ ഇത്തവണ ഉണ്ടായി. അതുകൊണ്ടാണല്ലോ തളിപ്പറമ്പ് കയ്യിൽ നിന്ന് പോകുന്നു, 50 വർഷത്തെ അപ്രമാദിത്വമുള്ള പയ്യന്നൂർ കയ്യിൽ നിന്ന് പോകുന്നു, കല്യാശ്ശേരിയിലും മട്ടന്നൂരും തലശ്ശേരിയിൽ പോലും അവർക്ക് ഭൂരിപക്ഷം കുറയുന്നു. പിണറായി വിജയൻ ആദ്യത്തെ 6 റൗണ്ട്
അബ്ദുൾ റഷീദ് എന്ന യുവ നേതാവിന് മുന്നിൽ വിജയിക്കുമോ എന്നുള്ള ആശങ്കയോടുകൂടി പിന്നിലായി പോകുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കണ്ണൂരിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പോൾ നേതൃത്വത്തെ തിരുത്താൻ അണികൾ ശ്രമിച്ചിട്ടുണ്ട്. അതിനുള്ള കാര്യകാരണങ്ങൾ വിലയിരുത്തുകയും മാറ്റം വരുത്തുകയും അങ്ങനെ തിരുത്തി മുന്നോട്ട് പോവുകയുമാണ് ഈ പാർട്ടിയിൽ നിന്ന് അണികൾ ഇനി മുന്നോട്ട് പ്രതീക്ഷിക്കുന്നത്.